ആണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സാനു മാസ്റ്റർ അന്തരിച്ചു. 98 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് വൈകുന്നേരം 5:35 അന്ത്യം സംഭവിച്ചത്. ഒരാഴ്ചയായി ന്യൂമോണിയ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എം കെ സാനു. നവോത്ഥാന കേരളത്തിൻ്റെ നാവായി മാറിയ എം കെ സാനു ഒരുപാട് ശിഷ്യന്മാരുടെ പിറവിക്ക്, അതും സർഗത്തനരായ ശിഷ്യന്മാരുടെ പിറവിക്ക് കാരണമായിട്ടുണ്ട്. അധ്യാപകനും നിരൂപകനും പ്രഭാഷകനും എഴുത്തുകാരനും എന്ന് വേണ്ട കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന മഹാപ്രതിഭയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. 98 വയസ്സിൽ പോലും അദ്ദേഹം വളരെ സജീവമായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. സാനു മാഷിന് പ്രണാമം ഒരിക്കൽ കൂടി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആരാകാനാണ് ആഗ്രഹം എന്നെഴുതി നൽകാൻ ആവശ്യപ്പെട്ട അധ്യാപകന് എം കെ സാനു എന്ന 8ാം ക്ലാസ്സുകാരൻ കടലാസിൽ എഴുതി നൽകിയത് കുമാരനാശാന്റെ നളിനിയിലെ വരികളായിരുന്നു. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. നന്മകൾ ചെയ്തും നല്ലത് ചെയ്യാൻ നാട്ടുകാരെ പ്രേരിപ്പിച്ചും അങ്ങനെ എളിമയുടെ പ്രതീകമായി സാംസ്കാരിക രംഗത്ത് സാനുമാഷ് വർത്തിച്ചു. ഒരു മണൽത്തരിയോളം ചെറുതാണ് ഞാൻ എന്ന് പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞു. 1927 ഒക്ടോബർ 27 ആലപ്പുഴ തുമ്പോളി മംഗലത്ത് തറവാട്ടിൽ MC കേശവൻ KP ഭവാനി ദമ്പതികളുടെ മകനായാണ് ജനനം. ആലപ്പുഴ സനാതനധർമ്മ ഹൈസ്കൂളിൽ അധ്യാപകനായി തൊഴിൽ ജീവിതം തുടങ്ങി. യാദൃച്ഛികമായാണ് പ്രസംഗത്തിലേക്കും എഴുത്തിലേക്കുമൊക്കെ സാനുമാഷ് കടന്നത്. ആലപ്പുഴ തുമ്പോളിയിലെ SNDP ശാഖയിൽ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കണം എന്നാവശ്യപ്പെട്ട പ്രമേയ ചർച്ചയിലായിരുന്നു ആദ്യ പ്രസംഗം. സാഹിത്യസംഘം 2ആയി പിരിഞ്ഞപ്പോൾ നടത്തിയ പ്രസംഗത്തിന്റെ എഴുത്തുരൂപമായിരുന്നു ആദ്യ ലേഖനം. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റായിരിക്കെ രാഷ്ട്രീയത്തിലെത്തി. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സാനുമാഷ് കോൺഗ്രസിന്റെ AL ജേക്കബിനെതിരെ അട്ടിമറി വിജയം നേടി. EMS നിർബന്ധിച്ചതിനാലാണ് സാനുമാഷ് സ്ഥാനാർത്ഥിയായത്. അധ്യാപകനായും നിരൂപകനായും പ്രഭാഷകനായും ജീവകാരുണ്യ പ്രവർത്തകനായും സാംസ്കാരിക പ്രവർത്തകനായും എല്ലാം ഒരു ജീവിതത്തിൽ പല റോളുകളിൽ അവതരിച്ചു സാനുമാഷ്. AK ആന്റണി, മമ്മൂട്ടി, വയലാർ രവി, ജോൺ പോൾ, അങ്ങനെ ശിഷ്യഗണങ്ങൾ ഒട്ടേറെ പേർ. അന്തരിച്ച വൈക്കം മുഹമ്മദ് ബഷീർ, PK ബാലകൃഷ്ണൻ, CJ തോമസ്, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ തുടങ്ങിയവരുമായുള്ള ആഴത്തിലുള്ള സൗഹൃദം. കാറ്റും വെളിച്ചവുമായിരുന്നു ആദ്യ വിമർശനകൃതി. വിമർശനത്തിൽ നിന്ന് ജീവചരിത്ര രചനകളിലേക്ക് കടന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ, ഏകാന്തവീഥിയിലെ അവധൂതൻ, സഹോദരൻ K അയ്യപ്പൻ, PK ബാലകൃഷ്ണനെപ്പറ്റി ഉറങ്ങാത്ത മനീഷി തുടങ്ങി ജീവചരിത്ര ശാഖയിൽ നിസ്തുല സംഭാവനകൾ സാനുമാഷിന്റേതായി ഉണ്ട്. കുമാരനാശാന്റെ നളിനി, വിശുദ്ധാനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി തുടങ്ങി 40-ലധികം കൃതികൾ സാനുമാഷിന്റേതായിട്ടുണ്ട്. കർമ്മഗതിയാണ് ആത്മകഥ. വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവുമെല്ലാം സാനുമാഷിനെ തേടിയെത്തി. 98-ാം വയസ്സിലും ശാരീരിക അവശത മാറ്റിവെച്ച് സഹോദരൻ അയ്യപ്പന്റെ സഹോദരിയും പൊതുപ്രവർത്തകയുമായിരുന്ന തപസ്വിനി അമ്മയെപ്പറ്റിയുള്ള തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം രചിച്ചു. കേരളത്തിന്റെ പ്രിയപ്പെട്ട സാനുമാഷിന് 24ന്റെ പ്രണാമം. മരണം ജീവിതത്തിന്റെ വിരാമചിഹ്നമാണ്. സംഭവിച്ചേ പറ്റൂ. റിസർച്ച് ഡെസ്ക് 24. സാനു മാഷ് എന്ന വലിയ വിമർശകന്റെ ശബ്ദം നിലച്ചു. വിമർശന കലയെ ഒരു സൗന്ദര്യാത്മക പ്രവർത്തനവും സർഗപ്രവർത്തനവുമാക്കി മാറ്റിയ എഴുത്തുകാരനായിരുന്നു സാനുമാഷ്. ഒരുപാട് നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ സാനുമാഷിൻ്റെ വിയോഗത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം ആദരാഞ്ജലികൾ കലാകേരളി കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം കെ സാനുമാഷിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.